ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ഡ്രാമ ലവർ. നമ്മൾ ഇനി ഡ്രാമയുടെ ഫൈനൽ പാർട്ടാണ് ഇന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. ഇപ്പൊ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോകാം. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ കണ്ടത് ഇവരുടെ ഈ മാർട്ട് തിരിച്ചു പിടിക്കാനായിട്ട് റെഡി ആയിട്ട് പോകാൻ നിൽക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ടൈമിൽ ആ ജിൻബൂക്ക് അവിടേക്ക് കയറി വരുന്നുണ്ട്. ഇയാളെ പെട്ടെന്ന് കണ്ടതും ഇവരെല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. അയാള് വന്ന് നിങ്ങളുടെ കയ്യിൽ എന്ത് എവിഡൻസ് ആണ് ഉള്ളതെന്ന് ചോദിച്ചതും തിരിഞ്ഞു നോക്കുമ്പോൾ ലീജിന്റെ ലാപ്ടോപ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. അയാൾ അത് എടുത്ത് പിടിച്ചിട്ട് ഇതാണോ നിങ്ങൾ പറയുന്ന എവിഡൻസ് എന്ന് ചോദിക്കുമ്പോൾ ലീജിന് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. എന്റെ ലാപ്ടോപ്പ് താടോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടാൻ തുടങ്ങിയതും അപ്പോഴാണ് അയാൾ ചുറ്റും നോക്കുമ്പോഴാണ് ഈ ഫോട്ടോസ് എല്ലാം കാണുന്നത്. ഇതൊക്കെ കണ്ടതും പെട്ടെന്ന് അയാളുടെ മുഖം മാറുന്നുണ്ട്, ഒരു സാഡ് ആയ പോലെ ആകുന്നുണ്ട്. ഇപ്പോ ഹോറങ് വന്നിട്ട് ഹെയ്നുമായിട്ടുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുവാണ്. അത് നീ അറിയേണ്ട കാര്യമില്ലെന്ന് അയാളും പറയും. എന്നിട്ട് ലാപ്ടോപ്പ് കാണിച്ച് ഇത് മാത്രമേ ഉള്ളൂ, അതോ വേറെ എവിഡൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ലീജനാണെങ്കിൽ അവന്റെ ലാപ്ടോപ്പിന് വേണ്ടി പേടിച്ച് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയും. പക്ഷെ അയാൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ കള്ളം പറയുവാണെങ്കിൽ ഞാൻ ഈ ലാപ്ടോപ്പ് താഴെ ഇട്ട് ഉടയ്ക്കുമെന്ന് പറഞ്ഞ് അത് എറിയാനായിട്ട് ഓങ്ങാനായിട്ട് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് ആരോ പുറത്തു നിന്ന് വിളിക്കുന്നുണ്ട്. ഈ സൗണ്ട് കേട്ട് ഇവര് ചെന്ന് നോക്കിയാല് അത് സിഇഒ മിന്നായിരിക്കും. അയാൾ ഓടി വന്നിട്ട് ഒരു ബിഗ് ന്യൂസ് ഉണ്ട്, ആ ജിൻബൂക്കല്ല ഈ മാർട്ടിന്റെ യഥാർത്ഥ ഓണർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അകത്ത് നിന്ന് ജിൻബൂക്ക് ഇറങ്ങി വരുന്നത്. ഇവൻ ഇവിടെ കണ്ടതും സിഒ മിന്നൊന്ന് ഞെട്ടുന്നുണ്ട്. എന്താടോ പറഞ്ഞത്, അതൊന്നുകൂടി പറയടോ എന്ന് ജിൻബൂക്ക് പറഞ്ഞതും ഇയാൾക്ക് പേടിയാകുന്നുണ്ട്. എന്നാലും ജിൻബൂക്കല്ല ഈ മാർട്ടിന്റെ യഥാർത്ഥ അവകാശി, അതാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയും. എന്നിട്ട് ബോറ മാർട്ടിന്റെ യഥാർത്ഥ അവകാശികള് സോങ്മിങ് ചോളും കിം സോജിനാണെന്ന് പറയുവാണ്. അതായത് നമ്മുടെ ഹെയ്നിന്റെ അച്ഛനും അമ്മയും. മുത്തശ്ശൻ മരിച്ചു പോയല്ലോ, പക്ഷെ അതിന്റെ അടുത്ത യഥാർത്ഥ അവകാശികള് ഹെയ്നിന്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനും അമ്മയുമാണ്. ഇത് കേട്ടതും ജിൻബുക്ക് ടെൻഷനായി മിന്നിന്റെ അടുത്തേക്ക് വന്നിട്ട് നമ്മളൊക്കെ ഒരേ സൈഡിലായിരുന്നില്ലേ, നീ ഇങ്ങനെ എന്നെ ചതിക്കാനാണോ ഉദ്ദേശിച്ചെങ്കില് നിന്റെ ഭാഗം നിനക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന് പറയുവാണ്. പക്ഷെ ഇത് കേട്ടതും മിന്നൊന്നും മിണ്ടുന്നില്ല. ഇപ്പോ ജിൻബുക്കിന് മനസ്സിലായി അവൻ ചതിച്ചുവെന്ന്. അതുകൊണ്ട് ദേഷ്യത്തിൽ എല്ലാവരും ഒന്ന് നോക്കിയിട്ട് മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുവാണ്. പക്ഷെ പോയത് ലീജിന്റെ ലാപ്ടോപ്പും കൊണ്ടായിരിക്കും. അവരാണെങ്കിൽ എടോ എന്റെ ലാപ്ടോപ്പ് തന്നിട്ട് പോടോ എന്ന് പറഞ്ഞ് ടെൻഷൻ ആകുന്നുണ്ട്, ഒച്ച വെക്കുന്നുണ്ട്. പക്ഷെ അയാൾ മൈൻഡ് പോലും ചെയ്യാതെ അവിടെ നിന്ന് പോയി കളയും. ഇപ്പോ തേഹോ വന്നിട്ട് സിഇഒ മിന്നിനോട് നിങ്ങൾ അയാളുടെ സ്പൈ ആയിരുന്നില്ലേ, പിന്നെ എന്തിന് ഞങ്ങളെ ഇപ്പോ വന്ന് സഹായിക്കണമെന്ന് ചോദിച്ചാല് പിന്നെ എനിക്കും ജീവിക്കണ്ടേ, ഞാൻ ഒറ്റയ്ക്ക് ഒരാള് ആ കമ്പനി റൺ ചെയ്ത് കൊണ്ടുപോകുന്നത് എത്ര കഷ്ടപ്പാടാണെന്ന് അറിയാമോ, അതുകൊണ്ടാണെന്ന് പറഞ്ഞ അയാള് കൈ കഴുകാൻ നോക്കിയതും ഇത് കേട്ട് യോങ്മിൻ ദൈവമേ ഈ ലോകത്തൊരു തെണ്ടികളെയും ഇപ്പോ വിശ്വസിക്കാൻ പറ്റാത്ത സ്ഥിതി ആയിട്ടുണ്ടല്ലോ എന്ന് കുത്തി പറയുവാണ്. സിഇഒ മിന്നിന് അത് നല്ലപോലെ കൊള്ളുന്നുണ്ട്. ഇത് കേട്ടതും ടെൻഷനായി എന്താ നീ ഇപ്പോ വിളിച്ചതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോ ഏറിമ് ഗായ്സ് ഇതിനെ കുറിച്ച് ഇപ്പോ പിന്നെ സംസാരിക്കാം. മിസ്റ്റർ മീൻ, ആരാണ് യഥാർത്ഥ അവകാശികള്, നിങ്ങൾ പറഞ്ഞില്ലേ അവരൊക്കെ ആരാണെന്ന് ചോദിക്കുമ്പോ ഹോറങ് അത് ഹെയ്നിന്റെ അച്ഛനും അമ്മയാണെന്ന് പറയുവാണ്. അപ്പോ സോങ്വു വന്ന് ഹെയ്ൻ ചേട്ടനും ഈ ജിൻബൂക്കും തമ്മിലുള്ള ബന്ധം എന്താണ്, അവർ തമ്മിലുള്ള ഫോട്ടോ വരെയുണ്ട്, അവർ തമ്മിൽ എന്താണ് ശരിക്കും ബന്ധം എന്ന് ചോദിക്കുവാണ്. ഇപ്പോ സിഇഒ മിന്ന് പറയാനായിട്ട് തുടങ്ങുവാണ്. അയാള് വേറെ ആരും അല്ല, നമ്മുടെ ഹെയ്നിന്റെ കസിൻ ബ്രദർ ആണ്, അതായത് അമ്മയുടെ ബന്ധത്തിൽ നിന്നുള്ള കസിൻ ബ്രദർ. ഇത് കേട്ടതും ഇവരെല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. ഇപ്പോ അതേസമയം പുറത്തേക്ക് വന്ന ജിൻബൂക്ക് ആണെങ്കിൽ വളരെ സാഡ് ആയ പോലെ, പശ്ചാത്താപം വന്ന പോലെ ഫീൽ ചെയ്യുന്നത് പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. അതേസമയം തന്നെ സിഇഒ മിന്ന് പിന്നെയും പറഞ്ഞു തുടങ്ങുവാണ്, ഹെയ്ന് മരിച്ചതിന് ശേഷം അവന്റെ അച്ഛനും അമ്മയും ഇവരുടെ ബന്ധുക്കാരുടെ എല്ലാം കോണ്ടാക്ട് നിർത്തി. പിന്നീട് അവര് തനിച്ച് എവിടെയൊക്കെയോ പോയി, പിന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനേ പറ്റിയില്ലെന്ന് പറയുവാണ്. ഇത് കേട്ട് സോങ്വു അപ്പോ ഹെയ്നിന്റെ പാരന്റ്സ് ഈ മാർട്ടിലേക്ക് വന്നില്ലെങ്കിൽ അത് തിരികെ ആ ജിൻബൂക്കിന്റെ കയ്യിലേക്ക് തന്നെ പോകും അല്ലേ എന്ന് ചോദിച്ചാല് ഇല്ലല്ലോ, അതിന് നമ്മളുടെ കയ്യിൽ എവിഡൻസ് ഉണ്ടല്ലോ, ഈ മാർട്ട് തട്ടിയെടുക്കാൻ അയാൾ എന്തെല്ലാം കള്ളത്തരങ്ങളാണ് ചെയ്തതെന്ന് എല്ലാം നമ്മുടെ കയ്യിലുണ്ടെന്ന് യങ്മിൻ പറയുവാണ്. ഇത് കേട്ട് തേഹോ അതെ നമ്മുടെ കയ്യിൽ എവിഡൻസ് ഉണ്ട്, നമ്മളത് സബ്മിറ്റ് ചെയ്താൽ ബൂറ മാർട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നെ തിരികെ വരുമെന്ന് പറയും. എടാ ലീജിനെ നിന്റെ കയ്യിൽ ആ ഫൂട്ടേജിന്റെ ഒറിജിനൽ ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോ പാവം അവനാണെങ്കിൽ ലാപ്ടോപ്പ് പോയ സങ്കടത്തിൽ നിൽക്കുവാണ്. എന്നാലും എന്റെ കയ്യിൽ അതിന്റെ ഒറിജിനൽ സേഫ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് അത് പൊക്കി കാണിക്കാണ്. അപ്പോഴാണ് ഇവർക്ക് എല്ലാവർക്കും സമാധാനാകുന്നത് തന്നെ. അപ്പോ ഹോറങ് പറയും പക്ഷെ ഇതങ്ങനെ വിട്ടാല് എനിക്ക് സമാധാനം ഉണ്ടാകില്ല, നമുക്ക് ഹെയ്നിന്റെ പാരന്റ്സിനെ കണ്ടുപിടിക്കണമെന്ന് പറയുവാണ്. പക്ഷെ എങ്ങനെയെന്ന് സിഇഒ മിൻ ചോദിച്ചതും ഇത്ര ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സ്പൈസിനോടൊന്നും ഷെയർ ചെയ്യില്ലെന്ന് പറഞ്ഞ് നല്ല പോലെ ആട്ട് കൊടുത്ത് അവിടെ നിന്ന് എല്ലാവരും പോയി കളയും. ഇയാൾക്ക് അങ്ങനെ തന്നെ വേണം, നല്ല പോലെ ചമ്മുന്നുണ്ട്. ഇപ്പോ കട്ട് ചെയ്താല് ഹോറങ് അവന്റെ വണ്ടിയിലിരുന്ന് ബോറമാർട്ടിന് വേണ്ടി കസ്റ്റമേഴ്സ് സൈൻ ചെയ്ത് കൊടുത്തില്ലേ,
പെറ്റീഷൻ പേപ്പർ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് റേഡിയോയിൽ PD സോങ് എന്ന് പറഞ്ഞൊരു ചാനലിലെ പ്രോഗ്രാം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലിങ്ങനെ ഇഷ്ടമുള്ള ഐഡൽ ഗ്രൂപ്പിന്റെ സോങ് പറഞ്ഞാൽ അത് അവര് പ്ലേ ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് ഒരു ലേഡി വിളിച്ച് നമ്മുടെ തണ്ടേസ് ബോയ് ഗ്രൂപ്പിന്റെ സോങ് വേണമെന്ന് പറയുവാണ്. അവരത് പ്ലേയും ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇത് കേട്ടതും ഹോറങ് വളരെ ഇമോഷണൽ ആകുന്നുണ്ട്. പെട്ടെന്ന് അവൻ എന്താ തോന്നിയതെന്ന് അറിയില്ല. ഫോൺ എടുത്തിട്ട് ആ പരിപാടിയിലേക്ക് കോൾ ചെയ്ത് ഞാനൊരു സ്റ്റോറി പറഞ്ഞാല് നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. അപ്പോ അവരെന്താ പറയുന്നതെന്ന് നോക്കിയാല് പക്ഷെ നിങ്ങൾ തന്നെ നേരിട്ട് സ്റ്റുഡിയോയിലേക്ക് വരണമെന്ന് പറയും. ഇത് കേട്ടിട്ട് ഹോറങ്ങും ശരി എന്ന് പറയുവാണ്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ഒരു മ്യൂസിക് പ്രൊഡ്യൂസർ ലേഡി ഉണ്ടായിരുന്നല്ലോ, അവരെയാണ് കാണിക്കുന്നത്. അവരും ഈ റേഡിയോ സ്റ്റേഷനിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നാ തോന്നുന്നത്. അവരാരൊക്കെയോ കാത്തു നിൽക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ 5 ബോയ്സും ഭയങ്കര ഗെറ്റപ്പിൽ സ്റ്റൈലായിട്ട് അവിടേക്ക് വരുന്നത്. ഇവരെ കണ്ടതും കൂടി നിന്ന ആളുകളൊക്കെ ഫോട്ടോ എടുക്കാൻ തുടങ്ങുന്നുണ്ട്. വല്ല സെലിബ്രിറ്റീസും ആണോ എന്ന് കരുതി. അപ്പോ ഹോറങ് ഇവരെല്ലാവരെയും നോക്കി എടാ ഈ റേഡിയോ സ്റ്റേഷനിലേക്കൊക്കെ വരാൻ ഈ ഗെറ്റപ്പ് ഒക്കെ ഇച്ചിരി ഓവറല്ലേ എന്ന് ചോദിക്കുവാണ്. കുറച്ച് ഓവർ ആയാലേ ആളുകൾ ശ്രദ്ധിക്കുമെന്ന് ലീജിനും പറയും. കാരണം അവനാണ് ഇവരെല്ലാവരെയും സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. അവനൊരു ഫാഷൻ കിങ് ആണല്ലോ. സോ ഇപ്പോ കട്ട് ചെയ്താല് സ്റ്റുഡിയോയിലാണ് കാണിക്കുന്നത്. ഹോറങ് ഇവർ 5 വർഷം തൊട്ട് ഇപ്പോ വരെയുള്ള ഇവർക്ക് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും കഥയായിട്ട് പറയാനായിട്ട് തുടങ്ങുവാണ്. ബോറമാർട്ട് ഇവരുടെ കയ്യിൽ വന്നത് എങ്ങനെയാണെന്നും അത് തട്ടിയെടുക്കാൻ ജിംബുക്ക് ശ്രമിക്കുന്നതും എല്ലാം. പക്ഷെ അവസാനമായിട്ട് അവൻ പറയും ഞങ്ങളാണ് അതിന്റെ ബോസ് എങ്കില് എന്ത് കൊടുത്തും ഞങ്ങൾ അത് തിരിച്ചു പിടിച്ചിരിക്കും എന്ന് വളരെ കോൺഫിഡന്റോട് കൂടി തന്നെ പറയുവാണ്. അപ്പൊ ഹോസ്റ്റ് നോക്കിയിട്ട് നമ്മുടെ ലിസണേഴ്സ് നിറയെ പേര് കമന്റ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ ഞങ്ങൾക്ക് വേണ്ടി വായിക്കാമോ എന്ന് യങ്മീനെ നോക്കി പറയുവാണ്. അവനും നോക്കി പറഞ്ഞ് കമന്റ് വായിക്കുന്നതിന് പകരം ക്യാമറയിലേക്ക് നോക്കിയിട്ട് അച്ഛാ നോക്ക് ഞാനിപ്പോ റേഡിയോയിലാണുള്ളത്, എന്നെ കാണുന്നുണ്ടോ കാണാമോ എന്ന് അവൻ ടാറ്റ കാണിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇത് കണ്ട് തേഹോ ഇതെന്താ ഇവൻ മണ്ടനാണോ മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കമന്റ്സ് വായിക്കാനായിട്ട് തുടങ്ങുവാണ്. ആ ലാൻഡ് ഓണർ വളരെ ദുഷ്ടനാണ്. എവിടെയാ നിങ്ങളുടെ മാറ്റുള്ളത്? ഞാൻ നിങ്ങളുടെ മാറ്റിലേക്ക് വന്നിട്ട് കൂടെ നിൽക്കാം. നിങ്ങളുടെ ആ മാറ്റ് തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടിരിക്കുവാണ്. ഇത് കേട്ടതും എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. നല്ലൊരു കമന്റ്സിന് ഒരുപാട് നന്ദി എന്ന് അവൻ പറയുവാണ്. അടുത്തത് ലീജിനാണ് വായിക്കുന്നത്. നിങ്ങളുടെ പോറും മാറ്റ് വളരെ അടിപൊളിയാണ്. അതുമല്ല ബോസസേ നിങ്ങളുടെ വിഷ്വലൊക്കെ ബ്രീത്ത് ടേക്കിംഗ് ആണെന്ന് പറഞ്ഞ് കമന്റ് ഇട്ടതും ഇവരെല്ലാവരും അത് കേട്ട് ചിരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ സോങ് പെട്ടെന്ന് എനിക്കൊന്ന് പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹെയിൻ ചേട്ടന്റെ അച്ഛനും അമ്മേ നിങ്ങൾ എവിടെ ഇരുന്നെങ്കിലും ഞങ്ങൾ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് പോറമാറ്റിലേക്ക് തിരികെ വരണം. ഞങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യമുണ്ടെന്ന് പറയുവാണ്. അത് പറയുമ്പോൾ അവന്റെ കണ്ണുകളൊക്കെ നിറയുന്നുണ്ട്. ഹോറങ് അവനെ സമാധാനിപ്പിക്കുന്ന പോലെ കയ്യിലേക്ക് പിടിക്കും. ചേട്ടന്മാരെല്ലാവരും പ്രൗഡോട് കൂടി അവനെ നോക്കുവാണ്. അതാണ് ഞങ്ങളുടെ അനിയൻ എന്ന പോലെ. ഇപ്പൊ നമ്മുടെ ബോയ്സ് എല്ലാവരും വളരെ കോൺഫിഡൻസ് ആയിട്ടാണ് വെളിയിലേക്ക് ഇറങ്ങി വരുന്നത്. ഇനി നമ്മൾ ആരെയാടാ പേടിക്കേണ്ടേ? നമ്മുടെ ഫാൻഡം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അതെ ഇനി 10 ജിംബുക്ക് അല്ല 100 ജിംബുക്ക് വന്നാലും നമ്മളെ നേരിടുമെന്ന് തേവോ പറയും. ലീജിനപ്പോ ആ ജിംബുക്കിനോട് എന്റെ ലാപ്ടോപ്പ് അവന്റെ കയ്യിൽ തന്നെ വെച്ചോളം പറ, എനിക്ക് എന്റെ മാറ്റാണ് മുഖ്യമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ സോങ് ഇത് കേട്ടിട്ട് അതൊക്കെ ശരിയാണ്, പക്ഷെ ഹേനിന്റെ അച്ഛനും അമ്മയും നമ്മൾ പറഞ്ഞതൊക്കെ കേട്ടിട്ടുണ്ടാകുമോ? അവര് മാറ്റിലേക്ക് നമ്മളെ തേടി വരുമോ എന്ന് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോ ഹോറങ് അവര് കേട്ടില്ലെങ്കിൽ നമ്മൾ കേൾക്കുന്നവരെ പറയൂ എന്ന് പറയാണ്. എന്നിട്ട് ഹോറങ് വളരെ ശബ്ദത്തില് ബോറമാറ്റിന് വേണ്ടി ഞങ്ങൾ 2 പേരെ തേടിക്കൊണ്ടിരിക്കുവാണ്. അവരുടെ പേര് സോങ് മിൻചോളും കിം സോജിനാണെന്ന് പറഞ്ഞ് അലറാനായിട്ട് തുടങ്ങുവാണ്. അതേപോലെ മറ്റുള്ളവരും ഇതേപോലെ പറയാൻ തുടങ്ങിയതും ഇത് കണ്ടിട്ട് വഴിയിലൂടെ പോകുന്നവരൊക്കെ ഇവരെ നോക്കിയിട്ട് പോകുന്നുണ്ട്. പക്ഷെ സൊമ്പൂൻ ആണെങ്കിൽ ഇത് വളരെ നാണക്കേടായിട്ടാണ് തോന്നുന്നത്. ചേട്ടന്മാരെ തള്ളി തള്ളി ഓടിച്ചു വിട്ടിട്ട് അവനും കോട്ട് കൊണ്ട് തലമറിച്ചിട്ട് ഓടിക്കളയും. ഇപ്പോ കട്ട് ചെയ്താലും മാറ്റിലാണ് കാണിക്കുന്നത്. ഇവരെല്ലാവരും ഹെയിനിന്റെ പാരന്റ്സ് വരുമോ ഇല്ലയോ എന്ന് ടെൻഷനായിട്ട് നോക്കി നിൽക്കുമ്പോ നിറയെ കസ്റ്റമേഴ്സ് ലേഡീസ് ഓടി വരുന്നുണ്ട്. ഇവരുടെ റേഡിയോ ഇന്റർവ്യൂ കണ്ടിട്ടാണ് അവർ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു. അപ്പോ ഇവർക്ക് മനസ്സിലായി ഇവരുടെ ആ റേഡിയോ ഇന്റർവ്യൂ വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. നിറയെ ആളുകൾ ഇവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്ന്. അതേ സമയത്താണ് 2 പേര് മാറ്റിലേക്ക് കയറി വരുന്നത്. അവരെ കണ്ടതും ഈ ബോയ്സിന്റെ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം കാണുന്നുണ്ട്. അതേസമയം ഇവിടെ ആ ജിംബൂക്കിനെയാണ് കാണിക്കുന്നത്. ലീജന്റെ ലാപ്ടോപ്പിലെ എവിഡൻസ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇയാളുടെ വീഡിയോ കണ്ട് അയാൾ ഷോക്ക് ആകുന്നുണ്ട്. ഇയാൾക്കറിയാം എവിഡൻസ് ഉണ്ടെന്ന്, പക്ഷെ ഇത്ര സ്ട്രോങ് ആയ ഒന്നുണ്ടെന്ന് അറിയില്ലായിരുന്നു. ഇത് കണ്ടതും ദേഷ്യത്തില് ബോറമാറ്റിലേക്ക് വരുവാണ്. വന്ന് നോക്കിയാല് അവിടെ വന്നിരിക്കുന്നത് വേറെ ആരുമല്ല നമ്മുടെ ഹെയിനിന്റെ അച്ഛനും അമ്മയും ആണ്. ഇവര് 2 പേരും അവിടെ പെട്ടെന്ന് കണ്ടതും ജിംബൂക്കിന് എന്തോ പോലെ ആകുന്നുണ്ട്. ഇവൻ അവരെ നോക്കിയിട്ട് ഓ ഇപ്പൊ ഞാൻ നിങ്ങളുടെ ആരുമല്ല, നിങ്ങൾ എന്നെ മറന്നു, നിങ്ങൾ എന്നെ മുഴുവനായിട്ട് മറന്നു അല്ലേ എന്ന് ചോദിച്ച് തിരിഞ്ഞു നടക്കുവാണ്. പെട്ടെന്ന് അവൻ പേഴ്സിൽ നിന്ന് ഒരു ഫോട്ടോ പുറത്തെടുത്ത് നോക്കുന്നുണ്ട്. അതില് ഹെയിനിന്റെ അച്ഛനും അമ്മയും ഹെയിനും പിന്നെ ജിംബൂക്കും നിൽക്കുന്ന ചെറുപ്പത്തിലെ ഒരു ഫോട്ടോ ആണ്. അത് കാണുമ്പോ ഇവന് കണ്ണു നിറയുന്നുണ്ട്. ആ ഫോട്ടോ പെട്ടെന്ന് ചുരുട്ടി കൂട്ടി ദേഷ്യത്തിൽ അവിടെ നിന്ന് നടന്നു പോകുവാണ്. അതേസമയം ഹെയിനിന്റെ പാരന്റ്സിനോട് ഇവര് ജിംബൂക്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. ഹെയിനിന്റെ അമ്മ പറയുവാണ് ജിംബൂക്ക് 10 വയസ്സ് മുതൽ ഇവരുടെ കൂടെ നിന്നാണ് വളർന്നത്. സ്വന്തം മകനെ പോലെയാണ് അവരും അവനെ നോക്കിയത്. അവന്റെ അച്ഛനും അമ്മയും മരിച്ചു പോയിരുന്നു. ഹെയിനാണ്
ആണെങ്കിൽ ജിംബോക്കിന് ഒരുപാട് ഇഷ്ടമായിരുന്നു. അവർ രണ്ടുപേരും ബ്രദേഴ്സിനെ പോലെ ആയിരുന്നു വളർന്നു വന്നത്. ഈ ബോറമാറ്റായിരുന്നു അവരുടെ പ്ലേ ഗ്രൗണ്ട് എന്നൊക്കെ അമ്മ പറയുവാണ്. ഇതൊക്കെ കേട്ടതും ഇവർക്ക് എല്ലാവർക്കും വളരെ വിഷമാകുന്നുണ്ട്. കട്ട് ചെയ്താൽ ഇവരെല്ലാവരും ഒരു ബീർ ഷോപ്പിലേക്ക് വന്നിരിക്കുവാണ്. ബീറൊക്കെ കുടിച്ച് ചിക്കനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊ ഹോറങ് മാത്രം അപ്സെറ്റ് ആയിരിക്കുന്നത് കണ്ട്, ഹോറങ് ബോസ് എന്താ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡിന്നർ പ്ലാൻ ചെയ്തത്? ഇത് കണ്ടിട്ട് ഒരു ഫെയർവെൽ പാർട്ടി പോലെ ഉണ്ടല്ലോ എന്ന് നമ്മുടെ ഏറിമ ചോദിക്കുവാണ്. സോങ്ങു അപ്പോ നിങ്ങൾക്ക് എന്താ ഞങ്ങളോട് പറയാനുള്ളത്? എന്താണെങ്കിലും തുറന്നു പറയൂ ചേട്ടാ എന്ന് പറയുവാണ്. അപ്പൊ അവനും എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഇത് കേട്ട് എല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കിയിരിക്കുമ്പോ ഹോറങ് ലീജിന്റെ കയ്യിൽ നിന്ന് ആ ക്യാമറ ചോദിച്ചു വാങ്ങുവാണ്. അതിലാണല്ലോ ജിംബുക്കിനെതിരെയുള്ള എല്ലാ എവിഡൻസും ഉള്ളത്. അതവൻ പെട്ടെന്ന് ബീർ ഗ്ലാസ്സിലേക്ക് ഇടാനായിട്ട് പോകുവാണ്. ഇത് കണ്ട് എല്ലാവരും ഷോക്കായി. എടാ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ച് അവന് തടയുന്നുണ്ട്. പക്ഷെ അവൻ അത് ഇടുന്നില്ല. നമുക്കിത് വേണ്ടടാ, നമുക്കിത് നിർത്താമെന്ന് ഹോറങ് പറയുന്നത് കേട്ട് തേഹോ, നീ ഹെയ്നിന്റെ പാരന്റ്സ് കാരണമാണോ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതെന്ന് ചോദിക്കും. അതെ എന്ന് അവനും പറയും. നമ്മളത് എത്ര നാള് നോക്കിയെന്ന് പറഞ്ഞാലും അത് അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് അവർക്ക് തന്നെ തിരികെ കൊടുക്കണമെന്ന് ഹോറങ് പറയും. ഇത് കേട്ടതും എല്ലാവർക്കും അത് തന്നെയാണ് ശരിയെന്ന് തോന്നുന്നുണ്ട്. ബോറമാറ്റ് ഹെയ്നിന്റെ പാരന്റ്സിന് തന്നെ തിരികെ കൊടുക്കാമെന്ന് അവർ തീരുമാനിക്കുവാണ്. കട്ട് ചെയ്താലെ നെക്സ്റ്റ് ഡേ ആണ് കാണിക്കുന്നത്. ബോറമാറ്റ് അവര് ഹെയ്നിന്റെ പാരന്റ്സിന്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് ജിംബുക്കിനെതിരെയുള്ള ക്യാമറയുടെ എവിഡൻസും കയ്യിലേക്ക് കൊടുത്തിട്ട്, ഞങ്ങളുടെ സ്ഥാനത്ത് നിന്ന് ബോറമാറ്റ് നിങ്ങൾ വേണം രക്ഷിക്കാൻ എന്ന് പറയും. എന്തിനും ഞങ്ങൾ 5 പേരും നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുവാണ്. അപ്പോഴാണ് ആ ജിംബുക്ക് കൂടെ കുറെ ആളുകളുമായിട്ട് അവിടേക്ക് വരുന്നത്. ഇവരുടെ കടയിലേക്ക് സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഹോൾസെയിലേഴ്സ്, റീറ്റെയിലേഴ്സ് അവരൊക്കെ ഉണ്ടല്ലോ. അവരോട് ഈ ബോറമാറ്റ് ഡിമോളിഷ് ചെയ്യാൻ പോകുവാണ്, അവര് നിങ്ങൾക്ക് ക്യാഷ് തരാതെ മുങ്ങാൻ പോകുവാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അവരും ക്യാഷ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ ചുമ്മാതിരിക്കോ? അവരകത്തേക്ക് വന്ന അവരുടെ സാധനങ്ങളൊക്കെ തെറുക്കിയെടുത്ത് കൊണ്ടുപോകാനായിട്ട് തുടങ്ങുവാണ്. ഇത് കാണുന്ന ഹെയ്നിന്റെ പാരന്റ്സ് നമ്മുടെ ജിംബുക്കിനെ കണ്ട് അവന്റെ അടുത്തേക്ക് ഓടി വന്ന്, മോനെ നിനക്ക് സുഖമാണോ? എന്താ മോനെ നീ ഇങ്ങനെ ഇരിക്കുന്നേ? നീ ക്ഷീണിച്ചു പോയല്ലോ എന്ന് വളരെ സ്നേഹത്തോടെയൊക്കെ ചോദിക്കുവാണ്. ഇതൊക്കെ ചോദിക്കാനായിട്ട് ഞാൻ നിങ്ങളുടെ ആരാണെന്ന് അവരും ചോദിക്കും. അപ്പൊ അമ്മ പറയും, മോനെ നിനക്ക് നിന്റെ അനിയനെ ഓർത്തെങ്കിലും ഈ മാറ്റ് വെറുതെ വിട്ടൂടെ എന്ന് ചോദിക്കുമ്പോ, ബ്രദറോ, നിങ്ങൾക്ക് അവൻ മാത്രമേ മകനായിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്താണ് US-ൽ തനിയെ ചെയ്തിരുന്നതെന്നും എന്റെ ഇമോഷൻസ് ഒന്നും നിങ്ങൾ തിരക്കിയിരുന്നില്ല. എന്നെ കുറിച്ച് ഒരിക്കൽ പോലും നിങ്ങൾ അന്വേഷിക്കാൻ വന്നത് പോലുമില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടതും, മോനെ അങ്ങനെയല്ല, നിന്നെ മനഃപൂർവ്വം ഞങ്ങൾ അവോയ്ഡ് ചെയ്തതല്ല. ഹെയ്ൻ പോയതിനു ശേഷം നിന്റെ അങ്കിളിന് വയ്യാതെയായി. അവരെ ഒരുപാട് കഷ്ടപ്പെട്ടു. നിന്നെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് അറിയിക്കാതിരുന്നത്. അല്ലാതെ നീ ഞങ്ങൾക്ക് അന്യനായി തോന്നിയത് കൊണ്ടോ നിന്നെ മകനായിട്ട് കാണാത്തത് കൊണ്ടോ അല്ല. ഹെയ്നെ പോലെ നീയും എന്റെ മകനാണ്, മൂത്ത മകനാണെന്ന് പറഞ്ഞതും അങ്കിളിന് അസുഖമാണെന്ന് അറിഞ്ഞതും നമ്മുടെ ജിംബുക്കിന് ആകെ വിഷമാകുന്നുണ്ട്. അപ്പോ അങ്കിൾ ആണെങ്കിൽ അവനെതിരെയുള്ള എവിഡൻസിന്റെ ക്യാമറ ഉണ്ടല്ലോ, അത് ജിംബുക്കിന്റെ കയ്യിലേക്ക് തന്നെ വെച്ചു കൊടുത്തത് കണ്ട് ഇവരെല്ലാവരും ഷോക്ക് ആകുന്നുണ്ട്. എന്നിട്ട് അങ്കിൾ അവനോട് പറയും, മോനെ നീ ഇതെടുത്തോ, എന്നിട്ട് എല്ലാം മറന്ന് നമുക്ക് ഒരുമിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം, നമ്മുടെ ഹെയ്നിന് വേണ്ടിയെങ്കിലും എന്ന് പറഞ്ഞ് കൈ പിടിച്ച് കെഞ്ചുവാണ്. ജിംബുക്കിന്റെ മനസ്സ് മാറി മാറി വരുന്നുണ്ട്. അപ്പോഴാണ് കറക്റ്റ് ആയിട്ട് 3 പോലീസുകാരെയും കൂട്ടി CEO മിൻ അവിടേക്ക് വരുന്നത്. ജിംബുക്ക് ഈ മാറ്റ് തട്ടിയെടുക്കാൻ ചെയ്ത പ്ലാനുകളും എല്ലാ കള്ളത്തരങ്ങളും പോലീസിനോട് അയാൾ പറഞ്ഞിരിക്കുകയാണ്. സോ അതനുസരിച്ച് ജിംബുക്കിനെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നത്. പക്ഷെ ജിംബുക്ക് ആണെങ്കിൽ അതിനെതിർത്തൊന്നും പറയാതെ അവനത് ഏറ്റുവാങ്ങിയത് പോലെ വാ പോകാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ പോകുവാണ്. പെട്ടെന്ന് നിന്നിട്ട് തിരിഞ്ഞു വന്ന് നമ്മുടെ അങ്കിളുടെ കയ്യിലേക്ക് അവര് കൊടുത്തിട്ടുള്ള ആ ക്യാമറ എവിഡൻസ് തിരികെ കൊടുത്ത് മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുവാണ്. സോ ജിംബുക്കിന്റെ തെറ്റ് അവന് മനസ്സിലായി. അവനത് തിരുത്തിയിരിക്കുവാണ് എന്നാണ് അതിനർത്ഥം. ഇത് കണ്ട് എല്ലാവരും നോക്കി ചിരിക്കുന്നുണ്ട്. കട്ട് ചെയ്താല് കുറച്ച് നാളുകൾ കഴിഞ്ഞാണ് കാണിക്കുന്നത്. ബോറമാറ്റിൽ ഇപ്പൊ ക്ലോസിംഗ് സെയിൽ നടന്നുകൊണ്ടിരിക്കുവാണ്. തകർത്ത് ഓഫറുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ നിറയെ കസ്റ്റമേഴ്സ് ലേഡീസ് ഒക്കെ ലീജിനെ നോക്കി, ബേബി നീ പോകുവാണോ? ഞങ്ങൾക്ക് എല്ലാവർക്കും നിന്നെ ഒരുപാട് മിസ് ചെയ്യും, നീ എപ്പോഴാ തിരികെ വരുന്നെന്ന് ചോദിക്കുമ്പോ, ആന്റി നിങ്ങൾ വിഷമിക്കണ്ട, എന്നെ നിങ്ങൾക്ക് കാണാൻ തോന്നുമ്പോ ദേ എന്റെ യൂട്യൂബ് ചാനൽ എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾക്ക് എന്നും എന്നെ അവിടെ കാണാമെന്ന് പറയുവാണ്. ഇതേപോലെ സൊങ്വു ആണെങ്കിൽ ഒരു പെട്ടി നിറയെ സ്നാക്സ് എടുത്ത് വെച്ച് അവൻ ഡാൻസ് പഠിപ്പിച്ചു കൊടുത്ത 3 സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവർക്ക് അത് കൊടുക്കുവാണ്. അതിലെ ഇവനോട് ഫസ്റ്റ് റൂഡായിട്ട് സംസാരിച്ചില്ല ഒരു ചെക്കൻ. അവൻ ഇവനെ നോക്കി, ശരിക്കും നിങ്ങൾ ദുഷ്ടനാണെന്ന് പറഞ്ഞതും, ഞാനെന്താ ചെയ്തത്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഇങ്ങ് താ എന്ന് പറഞ്ഞ സ്നാക്സ് ബോക്സ് തിരികെ വാങ്ങിക്കും. അപ്പൊ ആ പയ്യനും, നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നിട്ടില്ല, ഞങ്ങളുടെ ഡാൻസിൽ എപ്പോഴെങ്കിലും ഞങ്ങൾ സ്റ്റെക്ക് ആയാലോ തെറ്റ് പറ്റിയാലോ നിങ്ങളെ വിളിച്ച് ചോദിക്കാലോ ചേട്ടാ എന്ന് വിളിച്ചതും, എന്ത് നീ ഇപ്പൊ എന്നെ എന്താ വിളിച്ചത്, ചേട്ടാ എന്നോ? ശരി, നീ എന്നെ ചേട്ടാ എന്ന് വിളിച്ചത് കൊണ്ട് മാത്രം ഞാൻ എന്റെ നമ്പർ തരാമെന്ന് പറഞ്ഞ് അവൻ നമ്പർ എടുത്ത് കൊടുക്കുവാണ്. അതേസമയം ഹോറങ് ആണെങ്കിൽ ഏറിമിനോട്, ഞങ്ങൾ പോകുന്നത് കൊണ്ട് നിന്റെ പാർട്ട് ടൈം ജോലി നിനക്ക് നഷ്ടമായില്ലേ, സോറി എന്ന് പറയുവാണ്.
അതിനെന്തിനാ സോറി പറയേണ്ട ആവശ്യം? പക്ഷേ എനിക്ക് വേറൊരു ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. അതെന്താ അങ്ങനെ ഒരു ജോലി എന്ന് ചോദിക്കുമ്പോൾ അവൾ അത് സീക്രട്ട് ആണെന്ന് പറഞ്ഞിട്ട് ചിരിക്കുവാണ്. ഇത് കേട്ട് അവനും ചിരിക്കുന്നുണ്ട്. അതേപോലെ തേഹു ആണെങ്കിലും മുത്തശ്ശിക്ക് നിറയെ പോയിന്റ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇവര് പോകുവാണെന്ന് അറിഞ്ഞ് മുത്തശ്ശിക്ക് ഒരുപാട് സങ്കടമാകുന്നുണ്ട്. അവന്റെ കൈ പിടിച്ച് നന്നായിരിക്കും മോന്, സന്തോഷമായിരിക്കും എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുവാണ്. കട്ട് ചെയ്താല് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു. ഇവരുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു. ഹെയ്നിന്റെ പാരന്റ്സിന്റെ കയ്യിലേക്ക് ഇവര് ബോറ മാറ്റി പോയി ഏൽപ്പിക്കാനായിട്ട് പോകുവാണ്. അടുത്ത് തന്നെ ക്രിസ്മസ് ആണ് വരാൻ പോകുന്നത്. എല്ലാവരും നിരന്നു നിന്ന് ബോറ മാർട്ടിനെ നോക്കി ബായ് പറയുവാണ്. ഇത്രയും നാളത്തെ അവരുടെ മെമ്മറീസ് അവരെ വീണ്ടും ഒന്നിപ്പിച്ചതിന് അവര് താങ്ക്സ് പറയുന്നുണ്ട്. സോങ്വു അവന്റെ ആഗ്രഹം പോലെ ഓഡിഷൻ അറ്റൻഡ് ചെയ്യുവാണ്. ഹെയ്ൻ എന്ന് ഗിഫ്റ്റ് ചെയ്ത ഗിറ്റാറിലാണ് അവൻ പ്ലേ ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ ഹോറങ്ങും തേഹോയും മിസ്റ്റർ പാർക്കിന്റെ സ്വീറ്റ് പൊട്ടറ്റോസ് ബിസിനസ് ഇല്ലേ, അത് ഏറ്റെടുത്ത് നടത്തുവാണ്. അവിടെ തന്നെ നമ്മുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറിമും വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് അവള് പറഞ്ഞ സീക്രട്ട്. ഹോറങ്ങ് ഏറിമിനെ അവള് ബോസ് ആയ സന്തോഷത്തില് ചിലവിന് വേണ്ടിയിട്ട് ഡിന്നറിന് വിളിക്കുന്നുണ്ട്. പക്ഷേ തേഹോന് ഇത് കണ്ട് കഷ്ടമാകുന്നുണ്ടെങ്കിലും അവൻ അറിയാം ഹോറങ്ങിന് ഏറിമിനെ ഇഷ്ടമാണെന്ന്. ഇവര് തേഹോയും കൂടെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ മനഃപൂർവ്വം ഒഴിഞ്ഞു മാറും. ഇല്ല, എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ ബിസി ആണെന്ന് പറയുവാണ്. ഇവിടെ യോങ്മിൻ ആണെങ്കിൽ ജിനയുമായിട്ട് ഡേറ്റിന് വന്നിരിക്കുവാണ്. ഇവരുടെ ലവ് ലൈഫ് അങ്ങനെ സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കട്ട് ചെയ്താല് ക്രിസ്മസും വന്നു കഴിഞ്ഞു. ലീജിൻ ആണെങ്കിൽ ഇപ്പൊ വലിയൊരു ഫേമസ് യൂട്യൂബറായി. അവനെ റേഡിയോയിൽ ഇന്റർവ്യൂവിനൊക്കെ വിളിച്ചിരിക്കുകയാണ്. അവനും അവന്റെ ഫാൻസിനും സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഫാഷൻ ടിപ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അടുത്തത് ഇപ്പോൾ മാറ്റി നടത്തുന്നത് നമ്മുടെ ജിംബോക്കും ഹെയ്നിന്റെ പാരന്റ്സ് കൂടിയാണ്. കസ്റ്റമറായി അവിടേക്ക് ഹോറങ്ങ് വന്നതും ജിംബോക്കിന് ബില്ല് അടിക്കാൻ പോലും അറിയില്ലെന്ന് മനസ്സിലാക്കി അതൊക്കെ അവന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് ഏറിം എങ്ങനെയാണോ അവന് പഠിപ്പിച്ചത് അതേപോലെ. ഇതെല്ലാം കണ്ട് ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുവാണ് ഹെയ്നിന്റെ പാരന്റ്സ്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഇവർക്ക് സിഒ മിന്നിന്റെ അടുത്ത് നിന്ന് കോൾ വരുന്നുണ്ട്. ഇനി എന്തിനാണാവോ ഇയാൾ വിളിക്കുന്നതെന്ന് ചോദിച്ച് കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഹോറങ്ങ് ഷോക്കായി എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഇവരെല്ലാവരും കൺഫ്യൂസ്ഡ് ആയിട്ട് എന്താടാ എന്ന് ചോദിക്കുവാണ്. അപ്പോഴാണ് ഇതേപോലെ ഒരു വെഡിങ് ഹാള് ഇവരുടെ പേരിൽ ആരോ എഴുതി വെച്ചിട്ടുണ്ടത്രേ. അതിന്റെ എഗ്രിമെന്റ് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് അയാൾ വിളിച്ചിരിക്കുന്നത്. ഇത് കേട്ടതും ഇവരെല്ലാവരും ഷോക്കായി തമ്മിൽ നോക്കി ചിരിക്കുന്നുണ്ട്. ഗായ്സ്, ഈ പ്രാവശ്യം നമ്മള് വെഡിങ് ഹാളിന്റെ ഓണേഴ്സ് ആണ്, എന്താ റെഡിയല്ലേ എന്ന് ചോദിച്ചതും എല്ലാവരും ഒന്നിച്ച് കൈ ഉയർത്തി പിന്നല്ല റെഡി എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ്. ഇതോടെയാണ് ഈ ഡ്രാമ ഇവിടെ അവസാനിക്കുന്നത്. എല്ലാവർക്കും ഈ ഡ്രാമ ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു ഡ്രാമ തന്നെയായിരുന്നു. ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂസും ഇമോഷൻസ് ഒക്കെ കാണിച്ച ഒരു അടിപൊളി ഡ്രാമയായിരുന്നു. ഇതേപോലുള്ള നല്ല നല്ല ഡ്രാമകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ് ചെയ്ത് പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി ഡ്രാമയായിട്ട് കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ.